ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉടൻ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെടും. ഇതിനായി ഇന്ന് നോട്ടീസ് അയക്കും. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് എന്തിന് ഓടിപ്പോയെന്ന് നടൻ വിശദീകരിക്കണം. 24 ബിഗ് ബ്രേക്ക് ആണ്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, എന്താണ് ഈ വിഷയത്തിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? കാരണം നടൻ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. അതേസമയം ഉടൻ ഹാജരാകണം, കൂടുതൽ ചോദ്യം ചെയ്യലിനായി എന്ന് പോലീസ് ആവശ്യപ്പെടാനിരിക്കുകയാണോ? നോട്ടീസ് അയക്കാനുള്ള തീരുമാനം എങ്ങനെയാണ്? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ജി.കെ, ഇന്നലെയാണ് അസാധാരണമായ സംഭവം ഉണ്ടായത്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ നടൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിപ്പോയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അത് വലിയ ചർച്ചയാകുകയും ചെയ്തു. പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളം പോലീസും മുഖ്യമന്ത്രിയും ഒക്കെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നു എന്ന് പറയുന്നു. അതിനിടയിലാണ് ലഹരി പരിശോധനയ്ക്കിടെ ഒരു നടൻ ഓടിപ്പോയത്. അതിൻ്റെ ഒരു ഗൗരവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസും പരാതിയും ഇല്ല എങ്കിൽ പോലും എന്തിനാണ് ആ നടൻ അവിടെ നിന്ന് ഓടിപ്പോയത് എന്നറിയേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലഹരി പരിശോധനകളെ സജീവമായി നടക്കുന്ന സാഹചര്യത്തിൽ. ഒപ്പം ഇയാൾ കഴിഞ്ഞ 5 ദിവസമായി ഡാൻസ് ഓഫിന്റെ നിരീക്ഷണത്തിലാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകാൻ സിറ്റി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഷൈൻ്റെ തൃശ്ശൂരുള്ള വീട്ടിൽ നോട്ടീസ് നേരിട്ട് എത്തിച്ച് നൽകാനാണ് തീരുമാനം. കൊച്ചി DCPയുടേതാണ് തീരുമാനം. ഒരു നോട്ടീസ് കൈപ്പറ്റി സാധാരണഗതിയിൽ ഒരാഴ്ചക്കുള്ളിൽ ഹാജരാകണമെന്നാണ് പറയാറുള്ളത്. ഷൈൻ ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ പോലീസിന് മുൻപിൽ ഹാജരാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഷൈൻ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഷൈൻ ടോം ചാക്കോ സേഫ് സോണിലാണ്. കാരണം അയാളുടെ മുറിയിൽ നിന്ന് രാസലഹരിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളോ ഒന്നും കണ്ടിട്ടില്ല. മദ്യക്കുപ്പി മാത്രമാണ് പിടിച്ചെടുത്തത്. സുഹൃത്തിൻ്റെ പക്കൽ നിന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഷൈന് കുരുക്കുമുറുകുന്നത് അല്ലെങ്കിൽ ഷൈന് ഈ പ്രതിസന്ധിയിലാക്കിയത് ഷൈൻ്റെ ഓട്ടം തന്നെയാണ്. ഈ ലഹരി പരിശോധനയ്ക്കിടെ എന്തുകൊണ്ട് ഓടി? ഷൈൻ്റെ പക്കൽ ലഹരി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഓടിയത്, അതല്ലെങ്കിൽ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, വൈദ്യ പരിശോധന ഭയന്നുകൊണ്ടാണ് ഓടിയത്? ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഷൈനെ വിളിച്ചു വരുത്തുന്നത്. ഒപ്പം ഷൈനെതിരെ സമീപകാലങ്ങളിൽ ഉയർന്ന ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട അവർ നടത്തിയ വെളിപ്പെടുത്തലൊക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. പക്ഷേ അതിലൊരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കിടക്കില്ല. പ്രത്യേകിച്ച് വിൻസി നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമെന്ന് പോലീസിൻ്റെ ഭാഗത്തുണ്ട്. എന്നാൽ അതെല്ലാം ചേർത്ത് ഇതിൻ്റെ ഒരു ഭാഗമായി വരും. ഈ നിലവിൽ പ്രധാനമായും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നതിൻ്റെ ഉദ്ദേശം ഈ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയത് എന്തിനെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഷൈനെതിരെ സിനിമാ സംഘടനകളും നടപടി ഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണുള്ളത്. ഈ വിഷയം അങ്ങനെ വിട്ടുകളയാൻ പോലീസും സിനിമാ സംഘടനകളും ഉദ്ദേശിക്കുന്നില്ല. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സിനിമാ സെറ്റുകളിലടക്കം പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുന്നതിന് ഈ ഒരു ഇൻസിഡന്റ് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് പോലീസിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ചില പരാതികളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും സിനിമാക്കാരൊക്കെ നിരീക്ഷണത്തിലാണെന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. ജി.കെ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.